ഇറ്റ്സ് ബിൽ ഷെല്യാസ് ഫ്രം കൂഡ് ഡിസൈൻ. അപ്പൊ ഇന്ന് വന്നിട്ടുള്ളത് പുതിയ ഒരു അടിപൊളി കളക്ഷൻ കാണിക്കാനാണ്. കോസ്റ്റ് കുറച്ച് കൂടി ആയിട്ട് പ്രീമിയം ആയിട്ടുള്ള റേറ്റ് ആണ്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ കോസ്റ്റ് വരുന്നത് എന്നുള്ളതും ഞാൻ ഇതിൽ ഒരു വീഡിയോ ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ അത് മിസ് ചെയ്യേണ്ട, ആ ഒരു വീഡിയോ കൂടെ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. അപ്പോൾ ഒരു വീഡിയോ കാണുമ്പോൾ ഇഷ്ടമാവുന്ന പീസ് പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക, എന്നിട്ട് താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്ത് ഓർഡർ പ്ലേസ് ചെയ്യുക കേട്ടോ. പേയ്മെന്റ് ഒക്കെ ഗൂഗിൾ പേ ത്രൂ ആണ്, അതുപോലെ അക്കൗണ്ട് ട്രാൻസ്ഫർ പോസിബിൾ ആണ്. DTDC പോസ്റ്റൽ സൗകര്യമുണ്ട്, നിങ്ങൾക്ക് ഓക്കെ ചെയ്ത് സെലക്ട് ചെയ്യുക. റീപ്ലേസ്മെന്റ് റീഫണ്ടിങ് വരെ ശ്രദ്ധിച്ച് പർച്ചേസ് ചെയ്യാം. അപ്പോൾ ഇന്ന് കാണിക്കുന്നതും പ്യോർ മൊഡാളിൽ വരുന്ന സൽവാർ സ്യൂട്ട് തന്നെയാണ്. പക്ഷെ ഒരു ബന്ദേജ് ഡിസൈൻ വരുന്ന ടൈപ്പാണ്. അതിലേക്ക് ഒരു ബേസ് കളറിലേക്ക് മൾട്ടി കളേർഡ് ആയിട്ടുള്ള കളേഴ്സ് ആഡ് ചെയ്തിട്ടാണ്. അതുപോലെ ഇതിൽ താഴത്തെ ഭാഗം ഉണ്ടല്ലോ, അതൊക്കെ ടൈ ഡൈ ചെയ്തിട്ടുള്ളതാണ്. കുറേ ഈ ഓരോതും നിങ്ങൾക്ക് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും, ചെറിയ ചെറിയ ഹോളുകളുണ്ട്. അതിങ്ങനെ ടൈറ്റൺ ചെയ്ത് ആ ഒരു ലൈനിന് ഇങ്ങനെ നോക്കി കുറച്ച് ഒരു ഭയങ്കര പ്രോസസ്സാണ്. നമുക്ക് അവിടെ പോയി കറക്റ്റ് അറിയാൻ പറ്റും. ടൈറ്റ് ചെയ്ത് അത് വലിച്ച് പിടിച്ച് അങ്ങനെയാണ് അത് ടൈ ചെയ്യണത്. അങ്ങനെ അതാണ് ആ ചുരുങ്ങിയിട്ടുള്ള ഭാഗം ഈ സ്ലീവിലേക്കും താഴ്ഭാഗത്തൊക്കെ ഉള്ളത്. പിന്നെ ദുപ്പട്ടയുടേതാണ് ഞാനൊരു വീഡിയോ ഇതിന് കൂടെ തന്നെ ആഡ് ചെയ്യുന്നുണ്ട്, കാണണം കേട്ടോ. അപ്പോൾ ഓക്കെ, ഓരോന്നായിട്ട് കണ്ടുതുടങ്ങാം. ഫസ്റ്റ് വൺ വരുന്നത് നല്ലൊരു യെല്ലോ, ഗോൾഡൻ യെല്ലോ ഷെയ്ഡിൽ വരുന്ന ഒരു ഐറ്റാണ്. മൊഡാൾ സിൽക്കാണ്, പ്യോർ മൊഡാളിലേക്ക് ബാന്ദ്രി ഡിസൈൻ ചെയ്തിട്ടുള്ള ബന്ദേജ് ഡിസൈൻ ആയിട്ടുള്ള ഐറ്റാണ് കാണിക്കുന്നത്. യെല്ലോ കളറിലാണ്. പിന്നെ ടിഷ്യൂ ദുപ്പട്ട വരുന്ന കാരണം ഒന്നുകൂടി നമുക്കൊരു ഫംഗ്ഷൻ വെയറിനൊക്കെ പറ്റിയ, മൊഡാൾ സിൽക്ക് നോർമലി ഫംഗ്ഷൻ വെയറിന് പറ്റുമോ എന്നുള്ള ചോദ്യമൊക്കെ വരാറുണ്ട്. പക്ഷെ ഇത് ഈ ഒരു ബോർഡേഡ് ആയിട്ടുള്ള ഈ ദുപ്പട്ട, ടിഷ്യൂ ബോർഡേഡ് ദുപ്പട്ട വരുന്ന കാരണം ഫംഗ്ഷൻ വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. നെക്കിൻ്റെ ഏരിയ കുറച്ചൊരു നെക്ക് പാറ്റേൺ ഉണ്ട് ഈ ബന്ദേജ് ഡിസൈനിൽ, അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഈ ഓരോ കളറും ചെയ്യുന്നതിനൊക്കെ ഭയങ്കര പ്രോസസ്സാണ്. ലോവർ പാർട്ടിൽ നോക്കി നോക്കിയാൽ ടൈഡായി ചെയ്തിട്ടുള്ള ഒരു 4 ഇഞ്ചിൻ്റെ ഒരു ബോർഡർ വരുന്നുണ്ട്. നല്ല ഗോൾഡൻ യെല്ലോ ആണ് ഷെയ്ഡ് വരുന്നത്. ബോട്ടത്തിനും അതുപോലെ തന്നെ ലോവർ പാർട്ടിൽ ഒരു പ്രിന്റിങ് വരുന്നുണ്ട് കേട്ടോ. വീഡിയോയിൽ കളർ ഭയങ്കര ബ്രൈറ്റ് യെല്ലോ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ യെല്ലോ അല്ല, നല്ല ഭംഗിയുള്ളൊരു ഗോൾഡൻ യെല്ലോ ഷെയ്ഡാണ് കേട്ടോ. ഞങ്ങൾ അത്രയും സെലക്ട് ചെയ്തിട്ടുള്ള കളേഴ്സാണ് ചെയ്തിട്ടുള്ളത്. ഇതിൽ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ബ്രൈറ്റ് കളേഴ്സൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ നമ്മൾ ക്യാൻസൽ ചെയ്തിട്ട് നമുക്ക് പറ്റുന്ന തരത്തിലുള്ള കളേഴ്സുകളാണ് ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത് കേട്ടോ. മറ്റൊക്കെ ചിലതൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ബ്രൈറ്റ് ആയിട്ടുള്ളതൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് വീഡിയോയിൽ കുറച്ച് ബ്രൈറ്റ് കൂടുതലായിരിക്കും, അത്ര ബ്രൈറ്റ് ആയിട്ടുള്ള കളറല്ല, നല്ലൊരു യെല്ലോ ആണ്. ഒരു മസ്റ്റാർഡ് അല്ല, ഗോൾഡൻ യെല്ലോ കേട്ടോ. അതാണ് ഫസ്റ്റ് വൺ വരുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് ഒരു ഗ്രേ ഷെയ്ഡാണ്, നല്ല ഡീപ്പ് ആയിട്ടുള്ള ഗ്രേ കളർ കേട്ടോ. അതിലേക്ക് ഇതേപോലെ മൾട്ടി കളേർഡ് ആയിട്ടുള്ള ഡൈ ചെയ്തിട്ടുള്ളത് കേട്ടോ. മൾട്ടി കളേർഡ് ആയിട്ടുള്ളതാണ്. ഓക്കെ, ഇതാണ് നെക്ക് പാറ്റേൺ വരുന്നത്. നെക്ക് കുറച്ച് ഇങ്ങനെ ഉണ്ടോ, നെക്കിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പ്രിന്റ് വരുന്നുണ്ട്. ബാക്ക് പോർഷൻ പ്ലെയിൻ ആണ്, ലോവർ പാർട്ടിലേക്ക് ഒരു ബോർഡർ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ സൈഡിൽ നിന്നുള്ള ബോർഡേഴ്സാണ്, താഴ്ഭാഗത്തുള്ള ബോർഡറാണ് ഞാൻ സ്ലീവിലേക്ക് ജോയിൻറ്റ് കൊടുത്തിട്ട് ചെയ്തിട്ടുള്ളത്. സ്ലീവിലേക്ക് സെപ്പറേറ്റ് ആയിട്ട് ജോയിൻറ്റ് കൊടുത്തിരിക്കുകയാണ്. കാരണം ഈ ഭാഗത്ത് നിന്ന് നമ്മൾ കട്ട് ചെയ്ത് പോകുന്ന ഭാഗം ഉണ്ടല്ലോ, അവിടെ നിന്ന് എടുത്തിട്ടാണ് ജോയിൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. ടോപ്പ് നമുക്കൊരു ലെങ്ത് ഒരു 49 ഒക്കെ ലെങ്ത് ഉണ്ടായിരിക്കും. ഒരു 4XL സൈസ് വരെ ചെയ്യാനായിട്ട് പറ്റും. ബോട്ടം നോക്കി ഒക്കെ പ്യുവർ മൊഡാളാണ് വരുന്നത്. ബോട്ടത്തിന് ഇതുപോലെ ടൈഡൈ ചെയ്തിട്ടുള്ളതാണ് കണ്ടോ, മൾട്ടി കളേർഡ് ആയിട്ടുള്ള ഡിസൈനാണ് കേട്ടോ. ബോട്ടം പാരൽ ബോട്ടം ആയിരിക്കും ബെറ്റർ ആയിട്ടിരിക്കുക. ദുപ്പട്ട വരുന്നത് മൊഡാൾ സിൽക്കിൽ തന്നെ ടിഷ്യൂ ബോർഡർ വരുന്ന വിത്ത് ടെസൽസ് ആയിട്ടുള്ള ബന്ദേജ് ഡിസൈൻ ചെയ്തിട്ടുള്ള സൂപ്പർ ഒരു ദുപ്പട്ട കേട്ടോ. മൾട്ടി കളേർഡ് ആണ്, അടിപൊളി പീസാണ് കേട്ടോ. സെക്കൻഡ് വൺ വരുന്നത് നല്ല ഗ്രേ ഷെയ്ഡിൽ വരുന്നത്. ഓക്കെ, ഡീപ്പ് ഗ്രേ ഷെയ്ഡ്. തേർഡ് കളർ വന്നിട്ട് തേർഡ് ഷെയ്ഡ് വരുന്നത് ഒരു സിമൻ ഗ്രേ ഒലിവ് ഗ്രീൻ ഷെയ്ഡ്. നല്ല ഡീപ്പസ്റ്റ്, എനിക്ക് ഡാർക്ക് കളറായിട്ടുള്ള ഡസ്റ്റി ഒലിവ് ഗ്രീൻ ഷെയ്ഡ്, ഡസ്റ്റി ഒലിവ് ഗ്രീൻ ഷെയ്ഡ് കേട്ടോ. അതിലേക്ക് മൾട്ടി കളേർഡ് ആയിട്ടുള്ള ഈ കളേഴ്സൊക്കെ നല്ല രസമുണ്ട് കാണാനായിട്ട്. ശരിക്കൊരു എന്താ പറയുക, എനിക്കിത് കണ്ടപ്പോൾ ഈ നല്ല കളർഫുൾ ആയിട്ടുള്ള ബേർഡ്സ് ഒക്കെ ഇല്ലേ,
അതിൻ്റെ ഓർമ്മ വന്നത്. ഓക്കെ കണ്ടാ നെക്കിൻ്റെ ഏരിയയിൽ ഇതുപോലൊരു പാറ്റേൺ വരുന്നുണ്ട്. ഇത് ഞാൻ സെലക്ട് ചെയ്തെടുത്തിട്ടുള്ള കളേഴ്സാണ് കേട്ടോ. ഇതിൻ്റെ കളേഴ്സൊക്കെ ഭയങ്കര വൈബ്രൻറ്റ് കളേഴ്സൊക്കെ ഉണ്ട്. അത് ഓൾമോസ്റ്റ് ഞാൻ ക്യാൻസൽ ചെയ്തിട്ട് ഡാർക്കിലേക്ക് ആക്കിയിട്ട് അങ്ങനെ ആക്കിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇത് നല്ലൊരു ഒലിവ് ഗ്രീൻ, ഡസ്റ്റി ഒലിവ് ഗ്രീനിൽ വരുന്നതാണ്. സെയിം തന്നെ ബോർഡർ, ലോവർ പാർട്ടിലെ ബോർഡർ ബാക്ക് പോർഷനിലേക്ക് കൂടെ വരുന്നുണ്ട് കേട്ടോ. 49 ലെങ്ത് ഉണ്ടായിരിക്കും. 4XL സൈസ് വരെ ചെയ്യാനായിട്ട് പറ്റും. പ്യോർ മൊഡാളിൽ വരുന്ന ടോപ്പ് ആൻഡ് ബോട്ടം സെറ്റാണ്. ദുപ്പട്ടയും പ്യോർ മൊഡാളാണ് കേട്ടോ. ഇതിലേക്ക് നോക്കി നോക്കിയാൽ ഈ ഡിസൈൻ നോക്കി നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഓരോ ലൈനിൽ ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് നോക്കി, ഓരോ ലൈൻ നോക്കി നോക്കി, ഈ ഓരോ ലൈന് വരുന്നതും ഓരോ ഡോട്ടുകളാണ്. ഈ ഡോട്ടുകൾ ഇങ്ങനെ സ്ട്രെയിറ്റ് ആക്കി നല്ല ടൈറ്റിൽ പിടിച്ച് വലിച്ചിട്ടാണ് ഈ ഒരു ചുരുങ്ങിയ ഡിസൈനിലാണല്ലോ ടൈ ഒരു കളേഴ്സ് വരുന്നത്. അങ്ങനെ ചുരുക്കി പിടിച്ചിട്ടാണ് ഡൈ ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ഇത്ര ഇലാബറേറ്റ് ചെയ്ത് പറയാൻ കാരണം കോസ്റ്റ് 4990 ആണ്. അത്രയും അധ്വാനം ഇതിന് പുറകിലുണ്ട്, അതുകൊണ്ടാണ് കോസ്റ്റ് വരുന്നത് കേട്ടോ. വെറുതെ ഞാനൊരു റേഞ്ച് ഇടില്ല. അപ്പോൾ അടുത്തത് ദുപ്പട്ട വരുന്നത് മൊഡാൾ സിൽക്കിൽ വരുന്നതാണ്. പ്യോർ മൊഡാളിൽ ടിഷ്യൂ ബോർഡർ വരുന്ന ദുപ്പട്ട. അതിൽ ഫുൾ ഓഫ് ബാന്തിരി ഡിസൈനാണ്, അല്ലെങ്കിൽ ബന്ദേജ് പ്രിന്റ് ചെയ്തിട്ടുള്ളതാണ്. വിത്ത് 4 സൈഡ് ടൈഡൈ ചെയ്തിട്ടുള്ള ബോർഡർ കേട്ടോ. ഇതൊക്കെ എടുത്ത് പറയാൻ കാരണം അങ്ങനെ ചെയ്തിട്ടുള്ള കേട്ടോ. ഫുള്ള് നോക്കി നോക്കിയേ. പിന്നെ ഞാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് 2 ടൈപ്പിൽ ഈ ഡ്രസ്സ് നമുക്ക് ഉപയോഗിക്കാം. ബാന്തിരി ഡിസൈൻ, ഈ ബന്ദേജ് പ്രിന്റിൽ വരുന്നത്. ഒന്ന് നമുക്ക് ഫുള്ളി അതേപോലെ റോ ആയിട്ട് എങ്ങനെയാണോ ടൈ ചെയ്തിട്ടുള്ളത് അതുപോലെ നിർത്തിക്കഴിഞ്ഞാൽ ചുരുങ്ങിയിട്ടായിരിക്കും, അങ്ങനെ യൂസ് ചെയ്യാം. അല്ല ഫുള്ളി നമുക്ക് അയൺ ചെയ്തിട്ട് യൂസ് ചെയ്യാം. ഞാൻ 2ന്റെ ഇടയിലാക്കിയിട്ടാണ് ചെയ്തത്. കാരണം ഫുള്ളി അയൺ ചെയ്യുമ്പോൾ അതിൻ്റെ ആ ഒരു ട്രഡീഷണൽ ലുക്ക് പോവുകയാണ്. തീരെ അയൺ ചെയ്തില്ലെങ്കിൽ ഭയങ്കരമായിട്ട് ചുരുങ്ങി നമുക്കൊരു കംഫർട്ടബിൾ അല്ലാണ്ടാവും. അപ്പോൾ 2ന്റെ ഇടയിൽ പെട്ടുള്ള രീതിയിൽ ഒരു മിഡിലായിട്ടുള്ളതിലാണ് കുറച്ചൊരു ഷ്രിങ്കായ പോലെ ചുരുങ്ങിയ പോലെ ഉണ്ട്. എന്നാൽ പിന്നെ കുറച്ച് നമ്മൾക്ക് ലെങ്ത്തും ഇതൊക്കെ കറക്റ്റായിട്ട് കിട്ടുന്നതാണ്. ബോട്ടത്തിൻ്റെ ലോവർ പാർട്ടിലാണ് ഈ ഒരു പ്രിന്റ് വരുന്നത് കേട്ടോ. അടിപൊളി പീസാണ്. അടിപൊളി വെച്ചാൽ നമ്മൾ കോമൺ ഒരു കാണുന്ന ഒരു കൺസെപ്റ്റിലുള്ള ഒരു ടൈപ്പ് അല്ല, ഒരു വെറൈറ്റി പ്രിന്റ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ അഭിപ്രായം കൂടെ പറയണം. ഭയങ്കര നല്ലൊരു കളർഫുൾ ആണ്. നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു ഡീപ്പ് വയലറ്റ് ഷെയ്ഡിൽ വരുന്നതാണ് കേട്ടോ. ഇത് മൊഡാൾ സിൽക്ക് ആയതുകൊണ്ട് തന്നെ നല്ല എന്താ പറയുക, ആ ഒരു മെറ്റീരിയലിന് ഒരു ഷൈനിങ് ഉണ്ടല്ലോ, മൊഡാൾ സിൽക്ക് മെറ്റീരിയൽ. അതും കൂടെ വന്നപ്പോൾ നല്ല ഭംഗിയായിട്ട് കാണാം. ഒരു ഫംഗ്ഷൻ വെയറിന് സത്യം പറഞ്ഞ് നമ്മളിട്ട് പോവുകയാണെങ്കിൽ കോമൺ കാണാത്തൊരു പാറ്റേൺ ആകുമ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുമല്ലോ. അപ്പോൾ ഇതാണ് ടോപ്പ് വരുന്നത്. നല്ല ഷെയ്ഡാണ്, ഡീപ്പ് വയലറ്റ് കളറാണ് കേട്ടോ. ബാക്ക് പോർഷനിൽ ലോവർ പാർട്ടിലാണ് ആ ബോർഡർ വരുന്നത്. ഇവിടെ ഫ്രണ്ട് പോർഷനിൽ ഇങ്ങനെ വരും കേട്ടോ. നമുക്കൊരു 48 to 49 50. ഇത് വെച്ചാൽ കറക്റ്റ് ഞാൻ പറയാത്തത് ഓരോ കട്ടിങ് ആണ് വരുന്നത്. ചിലതിപ്പോൾ നമ്മളിപ്പോൾ ഇത് നോക്കിയപ്പോൾ എനിക്ക് 48 ലെങ്ത് കിട്ടുന്ന പോലെ, പക്ഷെ നേരത്തൊക്കെ ഒരു 50 up to 50 ഒക്കെ 50 വരെ വരുന്നത് കണ്ടിട്ടുണ്ട് കേട്ടോ. എന്തായാലും 48 തൊട്ട് സ്റ്റാർട്ടിങ് ആണ്. ഇതാണ് ബോട്ടം വരുന്നത്. പ്യോർ മൊഡാളിൽ 2 സൈഡ് 2 ഇതായിട്ടോ, അങ്ങനെ ലെഫ്റ്റും റൈറ്റും ലെഗിലേക്കുള്ളത് ചെയ്തിട്ടുള്ള അടിപൊളി ഒരു കോമ്പിനേഷൻ കേട്ടോ. അതിലേക്ക് ഞാൻ പറഞ്ഞില്ല, ഞാൻ ഫുള്ളായിട്ട് അയൺ ചെയ്ത് നിർത്തിപ്പിച്ചിട്ടില്ല. ഒന്ന് ചെറുതായിട്ടൊന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് സ്റ്റീം ചെയ്താൽ മതി എന്നാണ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ആ ഭംഗി നിലനിൽക്കുന്നുണ്ട്. ഫുള്ളി നമുക്ക് ഇതാക്കുമ്പോൾ ഡിജിറ്റൽ പ്രിൻറ്റിൻ്റെ ഒരു ഫീല് വരും. ഇത് ശരിക്കും ടൈഡായി ചെയ്തിട്ടുള്ളതാണ്. അടിപൊളി ഒരു ഷെയ്ഡാണ് കേട്ടോ. ഓക്കെ, ഇതാണ് നല്ല വയലറ്റ് കളർ, ഡീപ്പ് വയലറ്റ്, ഡാർക്ക് വയലറ്റ് ഷെയ്ഡിൽ. അടുത്ത ഷെയ്ഡ് വരുന്നത് ഒരു ഇലക്ട്രിക് ബ്ലൂ, അല്ലെങ്കിൽ നമ്മൾ റോയൽ ബ്ലൂ എന്നൊക്കെ പറയാറില്ലേ, ആ ഒരു ഷെയ്ഡാണ്. അത് നല്ലൊരു ബ്ലൂ ഷെയ്ഡ് കേട്ടോ, ഇലക്ട്രിക് ബ്ലൂ, നല്ലൊരു ബ്ലൂ ഷെയ്ഡ്. അതിലേക്ക് അതാണ് ടോപ്പ് വരുന്നത്. അപ്പോൾ നെക്കിൻ്റെ പാറ്റേണും ലോവർ പാർട്ടിൽ ടൈഡൈ ചെയ്തു. അപ്പോൾ ബന്ദേജ് പ്രിന്റും അല്ലെങ്കിൽ ബാന്തിനി ഡിസൈനും ലോവർ പാർട്ടിലായിട്ട് ആ ഒരു ടൈഡൈ ചെയ്തിട്ടുള്ള ബോർഡറും, ബാക്ക് പോർഷനിലും അതുപോലെ ഉണ്ട്, ബോട്ടത്തിന് അതുപോലെ ഉണ്ട്. പ്യോർ മൊഡാളാണ് 3 പീസും, ടോപ്പ് ആൻഡ് ബോട്ടം ദുപ്പട്ട ടൈഡൈ ചെയ്തിട്ടുള്ള ബോട്ടം. അതുപോലെ ദുപ്പട്ട വരുന്നത് 2.5 മീറ്റർ ആണ്, വിത്ത് ടിഷ്യൂ ബോർഡർ വരുന്നത് കേട്ടോ. ഇതാണ് ഒരു ഇത്, നല്ല രസമുണ്ട് കാണാനായിട്ട് കേട്ടോ, നല്ല ഷോ ഉണ്ടായിട്ട്. ഓക്കെ, അടുത്ത ഷെയ്ഡ് വന്നിട്ടുള്ളത് നല്ലൊരു സീ ബ്ലൂ ഷെയ്ഡ്, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ഐസ് ബ്ലൂ ഷെയ്ഡ് എന്ന് പറയാം. എക്കോ ബ്ലൂ ഷെയ്ഡിൽ വരുന്നതാണ് നെക്സ്റ്റ് വണ്. അതിലേക്ക് ടോപ്പിലേക്ക്, സോറി ഇത് ബോട്ടാണ് കേട്ടോ. ബോട്ടത്തിൻ്റെ ലോവർ പാർട്ടിലാണ് ഈ ഒരു ഡിസൈൻ വരുന്നത്. ടോപ്പിൻ്റെ നെക്ക് ഏരിയയും അതുപോലെ തന്നെ ലോവർ പാർട്ട് ഞാൻ പറഞ്ഞല്ലോ ടൈഡൈ ചെയ്തിട്ടുള്ളതും അതുപോലെ ബന്ദേജ് പ്രിന്റ് ചെയ്തിട്ടുള്ള നെക്ക് പാറ്റേണും ഒക്കെ കൂടെ ആയിട്ട് നല്ല ഒരു രസമുണ്ട് കാണാനായിട്ട് കേട്ടോ. ബോട്ടത്തിൻ്റെ ലോവർ പാർട്ടിലാണ് ദുപ്പട്ട, ടിഷ്യൂ ബോർഡർ വരുന്ന, പല്ലു വരുന്ന, ടൈഡൈ ചെയ്തിട്ടുള്ള സൂപ്പർ ഒരു ഇതിൻ്റെ വളരെ നല്ല ഡിസ്റ്റർബൻസ് ഉണ്ട്. ഇതാണ് ദുപ്പട്ട വരുന്നത് കേട്ടോ, നല്ലൊരു ഷെയ്ഡാണ്.
അടുത്തത് വരുന്നത് ഞാനിട്ട സെയിം കളറാണ്, നല്ലൊരു ഡീപ്പ് ബ്ലാക്ക്, ജെറ്റ് ബ്ലാക്ക് ഷെയ്ഡിൽ വരുന്ന കളറ്. അതിലേക്ക് ഇതുപോലെ യെല്ലോ, ബ്ലൂ, റെഡ് കളർ, ഓറഞ്ച് ഒക്കെ മിക്സിംഗ് ആയിട്ടുള്ള പ്രിന്റ് ആണ് വരുന്നത് കേട്ടോ. നെക്കിന്റെ ഏരിയ ഒരു നെക്ക് പാറ്റേൺ വരുന്നുണ്ട്, ഇതുപോലെ നെക്ക് പാറ്റേൺ വരുന്നുണ്ട്. അതുപോലെ ബോട്ടത്തിന്റെ എൻഡിലായിട്ടൊരു ടൈ ഡൈ ചെയ്തിട്ടുള്ള ഒരു ബോർഡർ വരുന്നുണ്ട്, ഒരു 4 ഇഞ്ചിൽ വരുന്ന ബോർഡർ. പാരലൽ ബോട്ടാണ് ബെറ്റർ ആയിട്ടുള്ളത്. ബോട്ടത്തിനും ക്രേപ്പ് ലൈനിങ് യൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ വെച്ചാൽ ട്രാൻസ്പെറന്റ് ആവില്ലല്ലോ, ഞാൻ അല്ലെങ്കിൽ ഒട്ടി കിടക്കണ പോലെ ഉണ്ടായിരിക്കും. നമുക്ക് നിങ്ങളുടെ ഇഷ്ടം, എന്നാലും അങ്ങനെ ചെയ്യുന്നതായിരിക്കും ഒന്നുകൂടെ ബെറ്റർ ആയിട്ടിരിക്കുക. ഇതാണ് ദുപ്പട്ട വരുന്നത്. അപ്പോൾ ഇത്രയും പീസസ് ആണുള്ളത്, അടിപൊളിയാണ്. ഞാൻ പറഞ്ഞില്ല, കുറച്ച് റിസ്ക് എടുത്ത് ചെയ്തിട്ടുള്ള പീസാണ്. അത്യാവശ്യം 2 ടൈപ്പിലുള്ള ഡൈ ഇതൊക്കെ ചെയ്തിട്ടുള്ള പീസാണ് കേട്ടോ. അപ്പോൾ സൂപ്പർ പീസാണ്. ഇതിൻ്റെ ഐറ്റം നമുക്ക് പ്രീ ബുക്കിംഗ് ഉണ്ടായിരിക്കും. പ്രീ ബുക്കിംഗ് ആണെങ്കിൽ ടൈം എടുക്കുക 45 വർക്കിംഗ് ഡേയ്സ് ആയിരിക്കും കേട്ടോ. കാരണം അത്യാവശ്യം ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ളൊരു എന്താ പറയുക പ്രോസസ്സാണ്. ടൈഡായി ബന്ദേജ് ഒക്കെ കൂടെ വരുമ്പോൾ ടൈം എടുക്കുന്നുണ്ട്. നോർമൽ അജ്രക് പ്രിന്റിനേക്കാളും ടൈം എടുക്കുന്നുണ്ട് കേട്ടോ. അതാണ് 45 വർക്കിംഗ് ഡേയ്സ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും ഇഷ്ടമായത് സ്ക്രീൻഷോട്ട് എടുക്കുക, താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് ഡിസൈൻ വരാം. അതായിരിക്കും ബൈ.